ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ആ രാജിക്കത്തിൽ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. പരീക്ഷാ മാഫിയ കാരണം ഒരു മിടുക്കനായ വിദ്യാർത്ഥിയുടെയും അവസരം നഷ്ടമാകരുതെന്ന്. നമുക്കറിയാം, ഈ നീറ്റ് സംവിധാനം വന്നതിന് ശേഷം അതിദരിദ്ര വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ പോലും നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെത്തി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. വിനോദ്, നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോയാൽ ഈ നീറ്റ് വരുന്നതിന് മുമ്പുള്ള ഒരു കാലമാണ്. നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടക, അവിടെയാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ സീറ്റുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനം. ഏതാണ്ട് 13,500 സീറ്റുകൾ കർണാടകയിലെ മെഡിക്കൽ കോളേജുകളിൽ മാത്രമുണ്ടായിരുന്നു. അത് സർക്കാർ സംവിധാനത്തിനല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്, സ്വകാര്യ സംവിധാനത്തിലാണ്. അപ്പോൾ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ മാഫിയ അന്ന് ഒരു മെഡിക്കൽ സീറ്റിന് കോടികൾ വരെ ഈടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് ഈ മെഡിക്കൽ കോളേജുകൾ കാണാൻ പോലും സൗകര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊരു മാറ്റം വന്നത് ഈ കേന്ദ്രീകൃത പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നീറ്റ് തന്നെ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതൊരു പ്രാദേശികവാദം ആയി കരുതാമെങ്കിലും ഇതിന്റെ പുറകിലുള്ളതും ഈ മെഡിക്കൽ വിദ്യാഭ്യാസ മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നീറ്റ് തന്നെ ഇനി വേണ്ട എന്നുള്ള വാദത്തിലേക്ക് ഇവർ ഒരുപക്ഷെ വരും. തീർച്ചയായും അങ്ങനെ തന്നെ വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെഡിക്കൽ മാഫിയ എന്ന് പറയുന്ന ഒരു സംഘം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നീലിമ ചോദിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവിധ മാഫിയകളും ഈ സമരത്തിനൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ ഐസൻ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. എല്ലാ ക്യാമ്പസുകളിലും, ഡൽഹിയിലടക്കം പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊക്കെ നല്ല സ്വാധീനമുള്ള കക്ഷിയാണ് SFI. എന്തുകൊണ്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരപഥത്തിലേക്ക് വരാൻ ഈ പ്രതിപക്ഷമായ കോൺഗ്രസിനോ SFIക്കോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവർക്ക് സംഘടനാശേഷി ഉണ്ടല്ലോ. കേരളത്തിൽ പോലും ഈ നീറ്റ് പരീക്ഷയുടെ പേരിൽ ഇന്നലെയാണ് ഇവർ SFI ഒരു പഠിപ്പുമുടക്ക് നടത്തിയത്. ഈ പറയുന്ന പാർട്ടി സമരവുമായി ഇറങ്ങിയപ്പോഴാണ് ഈ നീറ്റിൽ പ്രശ്നമുണ്ടെന്ന് അവർക്ക് തോന്നിയത്. കോൺഗ്രസ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്. എന്തുകൊണ്ട് ഈ സമര പരിപാടിയുമായിട്ട് അവർക്ക് രംഗത്ത് വരാൻ സാധിച്ചില്ല? രാഹുൽ വിദേശത്ത് ആരും അറിയാതെ ടൂറിന് പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പാർട്ടി ഇവിടെ സമരവുമായി രംഗത്ത് വന്നത്. സകലവിധ സമൂഹ മാധ്യമങ്ങളും ഇതിന് പിന്തുണ കൊടുത്തോടെ രാജ്യത്തെ BJP വിരുദ്ധരെല്ലാം വന്ന് ഇത് വലിയൊരു ആഘോഷമായതോടുകൂടി കോൺഗ്രസും ഇതിൻ്റെ കൂടെ കൂടി. ഇന്ന് പത്രങ്ങളിൽ കണ്ട ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂണാണ്. ഈ പാർട്ടി ഒരു ബോളുമായി വരുന്നു. ആ ബോളുമായി ഗോൾ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൽ നിന്നും വളരെ തന്ത്രപരമായിട്ട് രാഹുൽ വന്ന് ഈ ബോൾ അടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. വീണ്ടും അത് പാർട്ടിയുടെ അടുത്തേക്ക് വരുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പാർട്ടി നടത്തിയ സമരത്തെ ഹൈജാക്ക് ചെയ്യാനാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ശ്രമിച്ചത്. ഇവരെല്ലാം പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, സമരം വിജയിച്ചു, ഞങ്ങൾ വിജയിച്ചു. ഇത് കോൺഗ്രസിന്റെ സമരമല്ല, ഇടതുപക്ഷത്തിന്റെ സമരമല്ല. ഈ പരീക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് രൂപീകരിച്ച യാതൊരു ആശയമില്ലാത്ത ഒരു പാർട്ടി നടത്തിയ സമരം. നേരത്തെ നീലിമ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇവരെന്ത് കാണിച്ചു കൂട്ടുമെന്ന് അറിയാൻ വയ്യ. ഇവർ ഈ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ്. ഇവർ കൊടുത്തിരിക്കുന്ന പോസ്റ്റിലൊക്കെ അവർ പറയുന്നത് എന്താണ്? മരിക്കാൻ തയ്യാറുള്ളവർ വരും. അതുമായി ബന്ധപ്പെട്ട ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു 3-4 പേരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടണം. അപ്പൊ ഇവരെന്തും കാണിക്കും. രസകരമായ കാര്യം അറിയോ വിനോജി? ഈ ആരാന്റെ കൊച്ചിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അല്ല, നമ്മൾ കാണേണ്ടത് ഇതിന് ഒരു കാര്യം കൂടി പറയാം. ഇതേപോലുള്ള സമരത്തിനൊക്കെ കേരളവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടെ ജോലി കിട്ടാതെ പോയ PSC പരീക്ഷാർത്ഥികൾ മുട്ടിലെഴിഞ്ഞ് സമരം നടത്തിയിട്ടുണ്ട്, മൊട്ടയടിച്ച് സമരം നടത്തിയിട്ടുണ്ട്, മണ്ണ് വാരിത്തിന് സമരം നടത്തിയിട്ടുണ്ട്. അന്ന് ഈ സർക്കാർ അവരുമായിട്ട് ചർച്ച ചെയ്യാനോ അവരുടെ പ്രശ്നം പരിഹരിക്കാനോ അവർ പറഞ്ഞ ഒരാവശ്യം പോലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ അംഗൻവാടിയിലെ പാവപ്പെട്ട വനിതാ ജീവനക്കാർ അവർ സമരം നടത്തിയല്ലോ. അന്നത്തെ പിണറായി സർക്കാർ അവരോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? അന്ന് അവിടെ പോയി സംസാരിച്ച പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ അവിടെ പോയി സംസാരിച്ച സുരേഷ് ഗോപി അടക്കമുള്ളവരെ കളിയാക്കുന്ന സമീപനമല്ലേ കാണിച്ചത്? അവരുമായിട്ട് ഒരു ചർച്ച പോലും നടത്താതെ അവർക്കൊക്കെ പുറത്തുനിന്ന് ഫണ്ടുണ്ട്, അവരെ നക്സലുകളാണെന്ന് പ്രചരിപ്പിച്ചവരല്ലേ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ. അവരല്ലേ ഇവിടെ 10 വർഷം ഭരിച്ചത്. ഇപ്പോഴാണ് ഡൽഹി സമരം ന്യായമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും പറഞ്ഞ് അവരാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇടുന്നത്. കേരളത്തിൽ മണ്ണ് തിന്നപ്പോൾ ഇവരെ കാണാൻ ആളില്ല. അംഗൻവാടി സമരത്തിന് ഈ സമരം നയിച്ചവരെ കാണാൻ ആളില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഇതെല്ലാം വിജയിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഇന്ന് മന്ത്രി സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഇരുന്ന് ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞത് എന്നുകൂടി ഇതോടൊപ്പം കൂട്ടിവായി.